കരിക്ക് ഒരു കിലോന് 55 രൂപ വരേണ്ടി വരും. ടൈമൊക്കെ വെച്ചാൽ കറക്റ്റ് നമുക്ക് വേവ് കിട്ടും. മസാല കുടിച്ചോളാ. ഹലോ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരാട് ഫുള്ള് ഗ്രില്ലാണ്. സ്വന്തം വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇപ്പം എനിക്കുള്ളത്. സ്വന്തം വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അറിയാം. കാരണം കേട്ടങ്ങൾ നിർത്തും. ഫുള്ളായിട്ട് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്താൽ, അതായത് ഫുൾ സ്ക്രീൻ ആയിട്ട് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്താൽ ഒന്നുകിൽ യൂട്യൂബ് വയലേഷൻ ആയിട്ട് മാറും, അല്ലെങ്കിൽ യൂട്യൂബ് സ്ട്രൈക്ക് തരും. അപ്ലോഡ് ഞാൻ ഒരിക്കൽ ചെയ്ത് ഫസ്റ്റിൽ മിനിയാന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ഇന്നലെ ഞാൻ വീഡിയോ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് നമ്മളെ ഡോളർ ചിഹ്നം യെല്ലോ കളറിലാണ് കിടക്കുന്നത്. ഡോളർ ചിഹ്നം യെല്ലോ കളറിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് ഒന്നും കിട്ടൂല. ഏണിങ്സ് കിട്ടിയിട്ടില്ല എന്നെങ്കിൽ യൂട്യൂബ് ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യില്ല. ഒരു ലോങ് വീഡിയോയിൽ കിട്ടുന്ന ഏകദേശം 45% യൂട്യൂബിനും 55% നമുക്കുമാണ്. അപ്പം യൂട്യൂബിന് ഇതിൽ പരസ്യക്കാരെന്തോ ഇതിന്റെ ഉള്ളടക്കത്തിൽ എന്തോ ഒരു പ്രശ്നം കണ്ടിട്ടുണ്ട് ഈ വീഡിയോന്റെ. അപ്പോൾ ഏണിങ്സ് ഒന്നും കിട്ടൂലല്ലോ, യൂട്യൂബിനും ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് യൂട്യൂബ് ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യില്ല. അതുകൊണ്ട് വീഡിയോ അവിടെ ചത്ത് കിടക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ആളുകൾക്ക് മാത്രമേ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ യൂട്യൂബിന്റെ റെക്കമെൻഡിൽ ഈ വീഡിയോ ഒരിക്കലും പോകില്ല. ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് 14,000 രൂപ ചിലവുണ്ടാവും. ആട് വാങ്ങിയത്, അതിന്റെ മസാല ഉണ്ടാക്കിയത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങള് 5-8 ആൾക്കാർ കൂടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടായി വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത സമയത്താണ് ഈ ഒരു പ്രശ്നം അറിയുന്നത്. ഞാൻ നോക്കിയിട്ട് ഈ വീഡിയോയിൽ ഒരു പ്രശ്നം കാണുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തരണേ. സാധാരണ എല്ലാവരും ചെയ്യണ മാതിരി തന്നെ ഞാനും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. നമ്മളൊരു ആടിനെ വാങ്ങി ആട് എന്ന് പറഞ്ഞാൽ ഒരു ഔഷധമല്ലേ. ആടിനെ കാര്യമായിട്ടൊന്നും ഒഴിവാക്കാണ്ടാവില്ല. ഞാൻ ആടിന്റെ തലോട് കൂടെയാണ് ഞാൻ ഗ്രില്ല് ചെയ്യാൻ എടുത്തത്. തലൊന്നും ഒഴിവാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഈ ഒരു പ്രശ്നം അറിയണത്. അങ്ങനെ ഞാൻ ആടിനെ അങ്ങനെ അപ്ലോഡ് ചെയ്ത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഇതിന് ഉള്ളടക്കത്തിൽ എന്തോ ഉണ്ടെന്ന് യൂട്യൂബ് പറഞ്ഞു. ആ ഒരു സ്ഥിതിക്ക് ഞാൻ ആ ഉള്ളടക്കം എനിക്ക് സംശയം വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കുറെ കട്ട് ചെയ്ത് ഒഴിവാക്കി. ലാസ്റ്റ് അങ്ങനെ ഞാൻ ചുരുക്കി പറഞ്ഞ 10 പ്രാവശ്യമെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിട്ട് പറ്റുന്നില്ല. പിന്നെ എനിക്കൊരു സംശയം തോന്നി, തല എടുത്തിട്ട് ഇതിന്റെ തലഭാഗം എടുത്തിട്ടാവും ഇതിന്റെ പ്രശ്നം എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തലന്റെ ഭാഗം ഞാൻ എഡിറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയാണ്ട് ഞാൻ അപ്ലോഡ് ചെയ്ത്. അപ്പോഴും ഈ പ്രശ്നം തന്നെ. എന്താണെന്നൊരു ഐഡിയ എനിക്ക് തോന്നുന്നില്ല. യൂട്യൂബ് ആണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ആഴ്ചക്ക് യൂട്യൂബ് ഓരോ അപ്ഡേറ്റ് ഇട്ട് വരികയാണ്. ഇനിയിപ്പോൾ ലാസ്റ്റിക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്ന് ലാസ്റ്റിക്ക് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഉള്ള അപ്ഡേറ്റ്. മസാലകള് ഇഞ്ചി, വെളുത്തുള്ളി, എന്തില്ല കുരുമുളക് ആട്ടത്, പച്ച കുരുമുളക് കാണിച്ചോളാം. ഇതാണ് കുരുമുളക്, ഇത് കാശ്മീരി പൊടി, ഇത് ചെറിയ ജീരകം, ചെറുനാരങ്ങ, പിന്നെ പട്ട, ഗ്രാമ്പൂ, ചെറുനാരങ്ങ, ഉണക്ക ചെറുനാരങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പച്ചമല്ലി ആട്ടോ. ഇത് ഞങ്ങൾ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് ആടുമ്പോ തേക്കാം. എന്തായാലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളൊക്കെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഈ ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. യൂട്യൂബ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ. എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, വേറെ ചാനൽ 4 ലക്ഷം സബ്സ്ക്രൈബ് ഉള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിൽ ഇതേപോലെ ഒരു പണി കിട്ടിയിട്ടാണ്. പിന്നെ റീയൂസർ കണ്ടന്റ് നമ്മളെ സ്വന്തം വീഡിയോ അല്ല, മറ്റുള്ള വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ ഇട്ടിരുന്നത്. അതിന് എനിക്ക് ഏണിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു സമയത്ത് എനിക്കത് റീയൂസർ കണ്ടന്റ് കാരണം ചാനൽ മോണിറ്റൈസേഷൻ കട്ടായി. നമുക്ക് ഒരുപാട് ടെൻഷനായി പോയി. ആ ഒരു സമയത്താണ് ഞാൻ ഇനിയിപ്പോൾ നമ്മൾ ഫേസ് ഒന്നും കാണിക്കാത്ത വീഡിയോ, നമ്മൾ ഫേസ് കാണിച്ചൊരു വീഡിയോ പോലെ ചെയ്തിട്ടില്ല. പക്ഷെ ആ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാൻ അങ്ങനെ ഒരു ചാനൽ തുടങ്ങാന്നുള്ള കണ്ടീഷനിലാണ്. എന്നാലും പ്രശ്നമൊന്നും വേണ്ടല്ലോ, നമ്മളെ സ്വന്തം വീഡിയോ ആവുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാനൊരു ചാനൽ തുടങ്ങിയത്. ആ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ഞാനാകെ 11 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ ഏകദേശം 9 വീഡിയോയും പ്രശ്നമാണ് ചുരുക്കി പറഞ്ഞാൽ. ഇത്രയും പൈസ മുടക്കി ഒരു വീഡിയോ ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വിഷമത്ര ഉണ്ടാവും. യൂട്യൂബിന്റെ പോളിസി എങ്ങനെയാണ്, യൂട്യൂബിൽ എന്തൊക്കെ വീഡിയോ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റൂല, ഏതൊക്കെ കോപ്പിറൈറ്റ് കിട്ടും, സ്ട്രൈക്ക് കിട്ടും, ഏതൊക്കെ റീയൂസ്ഡ് ആവും, അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു 3-4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഏകദേശം ഉണ്ട്. അങ്ങനെയൊക്കെ അറിയുന്ന ഒരാളായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് ഇതിലൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല എന്താന്നുള്ളത്. ഏതായാലും ഞാൻ ഈ ആടിനെ മസാല തേക്കുന്നത് വരെയുള്ള പ്രശ്നമുള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് ഈ പ്രശ്നമുള്ളത്.
എന്താന്നുള്ളത് ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. ഏതായാലും അതിന്റെ ബാക്കിയുള്ള വീഡിയോ ഞാൻ ഫുൾ സ്ക്രീനായിട്ട് അപ്ലോഡ് ചെയ്യാം. അത് നിങ്ങൾ ഒന്ന് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ബാക്കിയുള്ളതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ചെക്ക് ചെയ്ത്. അതായത് മസാല തേക്കുന്നത് ഭാഗം വരെ പ്രശ്നമുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ ഫുൾ സ്ക്രീനാക്കി അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഓക്കെ, ശരി. ഞാൻ വെച്ചാൽ തരാം, നമുക്ക് കരി കുറച്ച മതി. ഈ ഗ്യാപ്പ് വരെ, ഈ കരിന്റെ ഗ്യാപ്പ് വരെ. നമുക്ക് സാധനം ശരിക്ക് വെന്തിട്ടാണ്, അതാണ് നമ്മളെ മെയിനായിട്ട്. പുല്ല് കുറച്ച് ഒഴിവാക്കിയല്ലേ. നമ്മൾ കരി ഇടുകയാണേ. ഈ കരിക്ക് ഒരു കിലോന് 55 രൂപ വിലണ്ട്. ഇത് കല്ല് വെച്ചാലെന്തരോ ചൂട് വേറെ ഭാഗത്തേക്കൊന്നും പോവില്ല. ഇത് കർപ്പൂരാണ്, നമുക്ക് തീ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര മതി. നമ്മൾ ഈ ഗ്രില്ലുമ്മൽ വെച്ചിട്ട് കെട്ടാൻ പോകട്ടോ. കയറ്റോളാം. തിരിച്ചു മറിച്ചിട്ടല്ല, 2 പ്ലേറ്റല്ല കമ്പി. ഇതാണ് പരിപാടി. നിങ്ങൾ അയിമക്കാട് വെച്ചാല് കറക്റ്റ് നമുക്ക് വേവ് കിട്ടും. സംഗതി വെക്കാൻ പോവാണ്. അടുപ്പണ് ചൂടായിട്ടുള്ളൂ. ഇനി ചൂടാട്ടെ. നമ്മളൊന്ന് മറിച്ചിടുകയാണേ. പിടിച്ചോ. അയ്യോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒലിവ് ഓയിലാണേ. ഒലിവ് 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 ഈസറി ചിടാൻ പോവാണേ. കുറച്ച് മണിക്ക് കൈ മടക്കിക്കോ. അണ്ടി വട്ടി കാട്ടക്കട്ടെ. അതങ്ങനെ പേപ്പർ എടുത്തോ. അത് കരി ഉരുക്കു ആ പിടിച്ചോ. നമ്മളെ യൂട്യൂബർ നിസ്കരിക്കാണ്, അതുകൊണ്ട് നമ്മൾ മറിച്ചിടാം. ഓയിൽ വെച്ചല്ലോ നമുക്ക്. ഗൈസ്, ഓയിൽ വാരാണ്. തട്ടല്ലട്ടോ കൈ. മൈക്കാരത്താ അവിടുത്തെ ആളെ കൂടെ പോയാ പെരയിലെ ആളുകളൊക്കെ ചോദിച്ചു. ഹലോ, നമ്മള് കുറച്ച് ഓയില്, ഉണങ്ങിയ ഭാഗങ്ങൾ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. എന്താ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗം പെട്ടെന്നാവും. പട്ടിമ്പിളർ പോയില്ലേ? കമ്പിന്റെ കെട്ടുണ്ടായിക്ക.
കമ്പി അടക്കം പിടിച്ചല്ലേ കമ്പി മാറ്റിയ പാട് റെഡിയാണേ ശരിക്കും വന്നിട്ടുണ്ട് അങ്ങനെ വെച്ചോണ്ട് മോളിരിക്കല്ലേ നോക്കല്ലേ ടേസ്റ്റ് നോക്കല്ലേ നല്ലോണം വന്നിട്ടുണ്ട് കാലിന്റെ വെച്ച അങ്ങനെ ഊരി പോരുണ്ട് പൊറോട്ട അടച്ചു കേക്കൂട്ടു ഫോണാട്ടയ്ക്കളാ ഒന്നു നോക്കിയാ അടിപൊളി ഊരി കൊടുക്ക മസാല ഭയങ്കര അപ്പൊ സാധനം നല്ല വന്നിട്ടുണ്ട് സാധനം അങ്ങനെ കഴിച്ചു നോക്കിട്ട് മസാല നമ്മളൊരു വെറൈറ്റി മസാല ഉണ്ടല്ല നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഉഷാറല്ലേ ആടെ ഏകദേശം പൊരിമ്പോത്തിന് തന്നെ സാധനം തിന്നു കഴിഞ്ഞിട്ടുണ്ട് ആടെ ഇറക്കുമ്പോ കുറച്ച് ഭാഗങ്ങളെ ബാക്കിയുള്ളൂ മസാല കുടിച്ചോളാ നല്ല ബന്ധു പരിവായിരുന്നു തല ഇതിന്റെ അടിയിൽ ഇട്ടിട്ട് ബ്ലോക്ക് ആക്കിയത് മസാല എങ്ങനെയുണ്ട് സാറല്ലേ സാറല്ലേ ഞങ്ങളൊന്ന് ഫില്ല് ചെയ്ത് തീർക്കട്ടെ അപ്പൊ നമ്മൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആർക്കാണെങ്കിൽ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും അപ്പൊ അടുത്ത വീഡിയോയില് നമുക്ക് കാണാം ഓക്കെ ശരി ക്യാമറമാൻ ഞാനേ വീഡിയോ ഞാൻ തിന്നലെ നിർത്തിയാണ് ഞാൻ വീഡിയോ പിടിക്കാൻ നിന്ന ക്യാമറമാനെ തീറ്റിച്ചാണ് ഞാനിങ്ങനെ ആലോചിച്ചേക്കെ ഏകദേശം 50 ആളെ സൽക്കാരത്തിന് വിളിക്കുന്ന ഒരു ആടാണത് ഈ ആളുകൾ നോക്കിയാൽ 1 2 6 8 ആളുണ്ട് ആട് തീർന്നു വെറും 3 4 മിനിറ്റ് കണ്ടില്ലേ പ്ലേറ്റിൽ ആടില്ല ഫുള്ള് കാലിയായി ഇവരാണ് തീറ്റിക്കാര് ഞാൻ ശരിക്കും വീഡിയോ ഞാൻ 2 കഷ്ണം നിന്നപ്പോ നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഏകദേശം തിന്നാൻ കഴിയുന്നില്ല സംഗതി നല്ല രസമുണ്ട് അങ്ങനെയാണല്ലോ പണ്ടാലിക്ക് തിന്നാൻ കഴിയില്ലല്ലോ ഒന്നും അതേപോലെ ഇല്ലേ ഇവല് തിന്നണില്ല ഇവലാണ് തീറ്റിക്കാര് നമ്മളെ ക്യാമറ എടുക്കുന്ന ആളാണ് ക്യാമറ സത്യത്തില് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വരെ ഓന് സമയം കിട്ടിയില്ല അതിന് മുന്നേ ഓൻ എന്ത് ചെയ്യണോ ക്യാമറ എന്റെ അടുത്ത് തന്ന് നിങ്ങൾ പിടിച്ചോളി പറഞ്ഞാണ്ട് ഏകദേശം ഇരുടായിട്ട് അവിടെ അപ്പൊ എന്നിട്ട് ഇപ്പം നീണിച്ചിട്ടില്ല എല്ലാരും നീണിച്ചു പോയാണ് കണ്ടില്ലേ ഇത് ഓൻ കൂട്ടിയിട്ട് എല്ലാണ് ആ ഭാഗം എല്ല് തല ഒന്ന് കാണിച്ച അതിന് മുഖം കാണിച്ച